എൻ്റെ ഭാവി രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് ഏത് നിലപാട് സ്വീകരിക്കണം, എന്ത് സ്വീകരിക്കണമെന്നത് സംബന്ധിച്ച് ഞാനിപ്പോൾ വ്യക്തമായ നിലപാടെടുത്തിട്ടില്ല. ഈ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട്, CPM-ൻ്റെ ഇപ്പോഴത്തെ ലോക്കൽ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇതിനകത്ത് ഇതിൻ്റെ അനുഭാവിയായി പോലും തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭാവി രാഷ്ട്രീയ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്നതായിരിക്കും. പാർട്ടിയിൽ നിന്നും എന്നെ പുറത്താക്കി എന്നുള്ള വിവരം ഇന്നുകൂടിയ പാർട്ടി ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ വെച്ച് പാർട്ടിയുടെ ഏരിയ സെൻട്രൽ സഖാവ് CN പ്രഭുകുമാറാണ് പ്രഖ്യാപിച്ചത്. ഈ മാസം 13-ാം തീയതി ഇലക്ഷൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഓഫീസിൽ വെച്ചുണ്ടായ പാർട്ടി LC സെക്രട്ടറിയും മറ്റൊരു പാർട്ടി മെമ്പറുമായിട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് ഞാനും LC സെക്രട്ടറി കൂടിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ LC മെമ്പറായിട്ടുള്ള ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോസ് കുര്യാക്കോസ് ചാടി എഴുന്നേൽക്കുകയും അപ്പോൾ അവിടെ ഇരിക്കാൻ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ പിടിച്ചവിടെ ബലമായി ഇരുത്തുകയും ചെയ്തു. ഇതാണ് എൻ്റെ പേരിൽ അവർ ആരോപിക്കുന്ന ഈ നടപടിക്ക് വിധേയമായ ഒരു കാര്യം. അപ്പോൾ ഇത് പിറ്റേ ദിവസം കൂടിയ ലോക്കൽ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തപ്പോൾ ഷാജു എൻ്റെ ഷർട്ടിൻ്റെ കോളറിന് പിടിച്ചു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഗൂഢാലോചനയുടെ ഭാഗമായി ഏരിയ സെക്രട്ടറിയുടെയും ലോക്കൽ സെക്രട്ടറിയുടെയും ഗൂഢാലോചനയുടെ ഭാഗമായി രേഖാമൂലം ഞാനും എൻ്റെ മകനുകളും കൂടി അയാളെ ആക്രമിച്ചു എന്നുള്ള നിലയിൽ, പാർട്ടി ഓഫീസിൽ നിന്ന് ആക്രമിച്ചു എന്നുള്ള നിലയിൽ വസ്തുതയ്ക്ക് നിരക്കാത്ത യാതൊരു ബന്ധവുമില്ലാത്ത ആരോപണം എഴുതി കൊടുക്കുകയും ആ ആരോപണത്തെ തുടർന്ന് പിന്നീട് ചർച്ച ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ച കൂടിയ ലോക്കൽ കമ്മിറ്റി യോഗം ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് എനിക്കൊരു വിശദീകരണ നോട്ടീസ് പോലും തരാതെ, ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും തരാതെ, എൻ്റെ ഒരു മറുപടി പോലും കേൾക്കാതെ, രേഖാമൂലം കേൾക്കാതെ എന്നെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ആ സസ്പെൻഡ് ചെയ്ത ലോക്കൽ കമ്മിറ്റിയുടെ തീരുമാനം ഇന്നലെ കൂടിയ പാർട്ടി ഏരിയ കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുകയും, എന്നാൽ ആ ഏരിയ കമ്മിറ്റി യോഗത്തിൻ്റെ തീരുമാനം അയാളെ സസ്പെൻഡ് ചെയ്താൽ പോരാ, അയാളെ പുറത്താക്കുക തന്നെ വേണം എന്ന് തീരുമാനിക്കുകയും അത് ഇന്ന് ചേർന്ന പാർട്ടി ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ CN പ്രഭുകുമാർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ അഭിപ്രായം പറയാൻ പറഞ്ഞു. അതിൽ 5 അംഗങ്ങൾ, ആകെ 13 പേരാണ് പങ്കെടുത്തുള്ള 5 അംഗങ്ങൾ പറഞ്ഞു ഇത് വെട്ടിനിരത്തൽ പ്രക്രിയയാണ്, കരുതിക്കൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇല്ലാത്ത ഒരു സംഭവത്തിൻ്റെ പേരിൽ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ്, അത് പാടില്ല, തെറ്റാണ് എന്ന് പറയുകയും 8 പേർ അതിനെ അനുകൂലിക്കുകയും ചെയ്തു. അങ്ങനെ ആ തീരുമാനമെടുത്തു പോയി. ഞാനും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ MK ബിജുവും കേതു സോമനും ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും ഈ നേതൃത്വവുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിപ്പോരുകയുമാണ് ഉണ്ടായത്. ഇത് കേവലം ഒരു ചെറിയ വിഷയത്തിൻ്റെ പേരിൽ അല്ല, ഇത് കുറേ നാളുകളായി. ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റിക്കകത്ത് വന്ന നാൾ മുതൽ, വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്നെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് പുറത്താക്കിയ വിവരം നിങ്ങൾക്കറിയാം. എന്നെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് പുറത്താക്കുന്നത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള അഴിമതിയുടെ പേരിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനാശാസ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടല്ല. അന്ന് തീരുമാനിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരായി ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്ന ഒറ്റ കാര്യത്തിൽ നിന്നുകൊണ്ടാണ് പാർട്ടി എന്നെ നടപടിയെടുത്ത് പുറത്താക്കിയത്. സ്വാഭാവികമായും ഒരു പാർട്ടി നേതാവെന്നുള്ള നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നുള്ളത് എനിക്കങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്. തീർച്ചയായും അത് പാർട്ടി എന്നെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ അതനുസരിച്ചു. അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് കോടിയേരി എന്നോട് പറഞ്ഞു, സഖാവ് ഈ നടപടിക്ക് വിധേയമാകുക. സഖാവ് ജീവിക്കുന്ന പ്രദേശത്ത് ബ്രാഞ്ച് കമ്മിറ്റിയുടെ പ്രദേശത്ത് അനുഭാവിയായി പ്രവർത്തിക്കുക എന്നോട് പറഞ്ഞു. ആ സഖാവിൻ്റെ ആ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് 2023 പാലക്കാട് സർവീസ് സഹകരണ ബാങ്കിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ ഞാൻ നിലവിൽ ആ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്.
50 വർഷക്കാലമായി കോൺഗ്രസിന്റെ കയ്യിൽ ഇരുന്ന ഒരു ബാങ്ക് ഭരണസമിതിയെ പൂർണ്ണമായി പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരാളെ 13-ൽ 12 പേരും CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ആളുകളെ ജയിപ്പിച്ച് അധികാരത്തിൽ കൊണ്ടുവന്ന ആ ബോർഡിലെ മെമ്പറാണ് ഞാൻ. ആ തെരഞ്ഞെടുപ്പിൽ എന്നെ മത്സരിപ്പിക്കാൻ വേണ്ടി ഞാൻ പാർട്ടിക്ക് പുറത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായി ലോക്കൽ കമ്മിറ്റിയിലെ ബഹുഭൂരിപക്ഷം ആളുകളും സാധാരണക്കാരും പറഞ്ഞു, ഷാജുവിനെ അങ്ങനെ കൂടി മത്സരിപ്പിച്ചാലാണ് ബാങ്ക് കിട്ടാൻ സാധ്യത, അതുകൊണ്ട് നിങ്ങൾ അതിന് നിൽക്കണം. പക്ഷെ ലോക്കൽ നേതൃത്വം, ഏരിയ സെക്രട്ടറി അതിന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു. എന്നുവരെങ്കിലും പാർട്ടി ജില്ലാ നേതൃത്വം ഇടപെട്ടുകൊണ്ട് പറഞ്ഞു ബാങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഷാജുവിനെയും കൂടി മത്സരിപ്പിക്കണം. അങ്ങനെ പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മത്സരിപ്പിക്കുമ്പോൾ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഇവിടുത്തെ ചില പാർട്ടി വിരുദ്ധരുമായിട്ടുള്ളവരുമായി ചേർന്നുകൊണ്ട് എന്നെ തോൽപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ പാലക്കുഴയിലെ ബഹുമാന്യരായ വോട്ടർമാർ രാഷ്ട്രീയ ഭേദമന്യേ എനിക്ക് വലിയ ഭൂരിപക്ഷത്തിൽ വോട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ എന്നെ ജയിപ്പിച്ചു. അവിടെ ഉണ്ടായ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ശ്രീ ജോഷി സ്കറിയ പാർട്ടി എൽ സി സെക്രട്ടറിക്ക് ബാങ്ക് പ്രസിഡന്റായി മത്സരിക്കണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു 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 തർക്കത്തിലുണ്ടായ ഒരു വിഷയം. പക്ഷെ പാർട്ടി എൽ സി സെക്രട്ടറി മത്സരിക്കേണ്ടതില്ല എന്ന് പാർട്ടിയുടെ പൊതു തീരുമാനമാണ്. എന്നാൽ എന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി മത്സരിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ അയാൾ തന്നെ ഏരിയ സെക്രട്ടറിയുടെ അനുമതിയോടുകൂടി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ തന്നെ മത്സരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും അത് സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന നേതൃത്വം തന്നെ ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ മാത്രം മത്സരിപ്പിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ മത്സരിച്ച് ജയിച്ചു വരുന്നത്. ജയിച്ചു വന്നു. 2024 ഫെബ്രുവരി മാസത്തിൽ എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് നൽകി. പാർട്ടി മെമ്പർഷിപ്പ് നൽകിയതിന് ശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നു. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും എന്നെ ഒരു കാര്യത്തിലും ഈ പാർട്ടി നേതൃത്വം അടുപ്പിക്കുന്നില്ലായിരുന്നു. സ്വാഭാവികമായി ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണത്തെ തുടർന്ന് പാർട്ടി ജില്ലാ നേതൃത്വം തന്നെ ഇടപെട്ട് തെരഞ്ഞെടുപ്പ് ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും സെന്ററിന്റെ ചുമതല തരികയും നന്നായി ഞാൻ പ്രവർത്തിക്കുകയും ചെയ്തു. പിന്നീട് എന്നെ മാറ്റി നിർത്തി. പിന്നെ ലോക്കൽ സമ്മേളനത്തിൽ എന്നെ പാർട്ടി ജില്ലാ നേതൃത്വ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നെ കൊണ്ടുവന്നു. അങ്ങനെ നിൽക്കുമ്പോഴും ഇവിടുത്തെ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആരും നിയന്ത്രിക്കാനില്ലാത്ത, ആരും ചോദ്യം ചെയ്യാനില്ലാത്ത, ആരും വിമർശിക്കാൻ പാടില്ലാത്ത നിലയിലേക്ക് അയാൾ ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുകയും അയാൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങി. അങ്ങനെ വന്നു തുടങ്ങുമ്പോഴാണ് ഈ തരത്തിലുള്ള ഒരു സംസാരവും മറ്റു കാര്യങ്ങളും വരുന്നത്. അപ്പൊ ജോഷിയുടെ തെറ്റായ പ്രവണതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ലോക്കൽ സമ്മേളനത്തിൽ തന്നെ ജോഷിയുടെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടും മദ്യപാനവുമായി ബന്ധപ്പെട്ടും എല്ലാം കുറെ വിമർശനങ്ങൾ ഉയർന്നു വന്നു. ആ ഉയർത്തിയവരെല്ലാം അയാൾ വെട്ടിനിരത്തി. അയാൾക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റി അയാൾ ഉണ്ടാക്കി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം വന്നു. പക്ഷെ അയാൾ അതൊന്നും വകവയ്ക്കാതെ ഏരിയ സെക്രട്ടറിയുടെ പിൻബലത്തോടു കൂടി അത് കാര്യങ്ങളെല്ലാം അയാൾ ഏകപക്ഷീയമായി തീരുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഒരു കമ്മിറ്റി, ഒരു പാർട്ടി ജനറൽ ബോഡി യോഗം ചേർന്നപ്പോൾ ആ ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് ഷാജു ജേക്കബ് ജോഷി സ്കറിയയുടെ പെൺവിഷയവുമായി ബന്ധപ്പെട്ട വല്ല അന്വേഷണ കമ്മീഷൻ വല്ലതും വെച്ചോ എന്ന് ഞാൻ ചോദിച്ചു എന്ന ഒറ്റ പേരിൽ ഒരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചു. ആ അന്വേഷണ കമ്മീഷനുകൾ എന്ന് പറയുന്നത് NN ജോർജും NK ജോസും KG വിജയനും ഉൾക്കൊള്ളുന്ന ഒരു അന്വേഷണ കമ്മീഷനാണ്. സംഘടനാപരമായ തെറ്റാണ്. അയാൾ ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ, അതായത് ഈ ആക്ഷേപത്തിന് വിധേയമായ ആള് ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായ ജോഷി സ്കറിയ, അയാൾക്കെതിരെ ആക്ഷേപം വന്നാൽ അത് അന്വേഷിക്കേണ്ടത് ഏരിയ തലത്തിലുള്ള നേതാക്കന്മാരെങ്കിലും അന്വേഷിക്കണം. അതിൽ നിന്ന് വ്യത്യസ്തമായി ജോഷി നിശ്ചയിച്ച ആളുകളെ വെച്ചുകൊണ്ട് പരിശോധന നടത്തി. ആ 26 പേരുടെ മൊഴിയെടുത്തതിൽ അറിയാവുന്നവരെല്ലാം ആ മൊഴിയിൽ അവരോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട്, ജോഷിയുടെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തറിയാം എന്നാണ് ഈ കമ്മീഷൻ അംഗങ്ങൾ വിവരക്കേട് മുഖമുണ്ടോ അല്ലാതെയോ ഇവരോട് ചോദിച്ചത്. അപ്പോൾ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അവർ വെട്ടി തുറന്ന് പറഞ്ഞു. അതെല്ലാം രേഖയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് കാലേ കൂട്ടി ഷാജു ക്രമീകരിച്ചുണ്ടാക്കിയാണ് എന്ന പേര് പറഞ്ഞ് ഇതിനെ വളച്ചൊടിച്ച് അയാൾക്കെതിരായ നിലപാട് സ്വീകരിച്ച പറഞ്ഞ മുഴുവൻ ആളുകളുടെയും പേരിൽ നടപടി എടുക്കാൻ തീരുമാനിച്ചു. ആ നടപടി എടുക്കാൻ തീരുമാനിച്ച ആരൊക്കെ പേരില്ല, ഒന്ന് എൻ്റെ പേരിൽ. ഇത് കണ്ടില്ലേ, സ്ത്രീ വിഷയം എന്ന് തന്നെ അയാൾ തന്നെ എഴുതി വെച്ചേക്കോ, ഞാൻ എഴുതിയതല്ല. സ്ത്രീ വിഷയം, ജോഷിയുടെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടതെന്ന് അയാൾ തന്നെ എഴുതി ഒപ്പിട്ട് നമുക്ക് തന്നേക്കുക. ഞാൻ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ജയ, വൈസ് പ്രസിഡന്റായിട്ടുള്ള MK ബിജു, പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള KA മാണി, അന്നത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള VK സുരേഷ്, പാർട്ടി മെമ്പറായിട്ടുള്ള TP രാജേഷ്,
മാറിയ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ജിയോ മാത്യു, പാലമ്പാറ പാർട്ടി അംഗമായിട്ടുള്ള ഷീജ തുടങ്ങിയ 9 പേരുടെ പേരിൽ നടപടി എടുക്കാതിരിക്കാൻ കാരണമുണ്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അന്നേ പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതെല്ലാം ഈ തീരുമാനിക്കുന്നതല്ല, ഈ പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പൊ ഒരു തരത്തിലും ഈ പാർട്ടി നന്നാക്കാനല്ല, തെറ്റ് തിരുത്താനല്ല. പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു, അപ്പൊ അതിലൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളെയൊക്കെ മത്സരിപ്പിക്കേണ്ടി വരുമോ എന്നൊക്കെ അയാളുടെ ഒരു ധാരണയിൽ നിന്നുകൊണ്ട് അതിനു മുമ്പേ ഇവരെ അങ്ങ് ഒഴിവാക്കുക, രാജ്യവും ശക്തിയും മഹത്വവും ഞാനാകുക എന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അയാൾ പ്രവർത്തിച്ചു. സ്വാഭാവികവും നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ഇടപെട്ടിട്ട് ഏതായിരുന്നാലും ആ നടപടിക്രമങ്ങളെല്ലാം മരവിപ്പിച്ചു. ഇത് പത്രവാർത്തയായ കാര്യങ്ങളാണ്. മരവിപ്പിച്ചതിന് ശേഷമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പായി നിങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽ വന്നിട്ടുള്ള കാര്യമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയ കെ സ്വാഭാവികമായി പാർട്ടിയുടെ തലസ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ച് മാറേണ്ടി വന്നു. ആ മാറേണ്ടി വന്നെന്ന് പറയുന്നത് പാർട്ടി ലോക്കൽ സെക്രട്ടറിയുടെ സമീപനവും പീഡനവും മൂലമാണ്. പീഡനം എന്ന് ഉദ്ദേശിക്കുന്നത് മാനസിക പീഡനം മൂലമാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം റോഡ് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ജോഷി സ്കറിയയുടെ കാലഘട്ടത്തിലാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് പാലക്കാട് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് രംഗത്ത് കൂടുതൽ മെറ്റീരിയൽ വർക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികൾ സലണ്ടർ ചെയ്ത് ആ 200 മുത്തപ്പത്തിൽ എഴുതി വാങ്ങിക്കുന്നു. അങ്ങനെ വാങ്ങിയ ഒരു വഴി എൻ്റെ വസ്തുവുമായി ബന്ധപ്പെട്ട് പോകുന്നു എന്നുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അയാൾ വലിയ പ്രശ്നമുണ്ടാക്കി. അത് ഓംബുഡ്സ്മാനിലൊക്കെ പോകുന്ന സ്ഥിതി ഉണ്ടായി. അയാളുടെ കാലഘട്ടത്തിൽ, അയാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ റോഡുകളെല്ലാം 200 മുത്തപ്പത്തിൽ എഴുതിയെടുത്തത്. നിങ്ങൾ നോക്കൂ, അയാളുടെ കാലഘട്ടത്തിൽ ഓരോ റോഡുകളുടെയും 200 മുദ്രപത്രം ആണ്. ഞാൻ ഈ 200 വിവരാവകാശ നിയമം അനുസരിച്ച് പഞ്ചായത്തിൽ നിന്ന് എടുത്താണ്. ഈ പത്രങ്ങളിലൊന്നും ഒരു കക്ഷികളും ഒപ്പുവെച്ചിട്ടില്ല. ജോഷി സ്കറിയയുടെ മാത്രം ഒപ്പേ ഉള്ളൂ. ഇത് കണ്ടോ, അയാളുടെ ഉറുമ്പിൽ ഭാഗം ചെമ്മനപ്പാടം അയാളുടെ സഹോദരന്റെ ഭാഗത്തേക്കുള്ള വഴിയാണ്. ഒരു മനുഷ്യൻ പോലും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. കള്ള രേഖകൾ ചമച്ചാണ് അയാൾ ഇതെല്ലാം. അവസാനത്തെ ഒപ്പ് അയാളുടെ മാത്രം ഒപ്പാണ്. ഇതുപോലെ ഉറുമ്പിൽ ഭാഗം ചെമ്മനപ്പാടം ഭാഗം മറ്റൊരെണ്ണം ഒന്നുമില്ല. കൃത്രിമ രേഖ ഉണ്ടാക്കി വെച്ചിരിക്കുക, അയാളുടെ മാത്രം ഒപ്പ്. സർവേ നമ്പറില്ല, ഗുണഭോക്താക്കളുടെ പേരില്ല. അടുത്ത സെബാസ്റ്റ്യൻ ഉറുമ്പിൽ. റോഡുകളൊക്കെ ഉണ്ട്, എനിക്ക് അതിനകത്ത് തർക്കമൊന്നുമില്ല. കള്ള രേഖകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ആരുടെയും ഒപ്പില്ല. ഇങ്ങനെ നിരവധിയായിട്ടുള്ള റോഡുകൾ ഇയാളുടെ കാലഘട്ടത്തിൽ അയാൾ മാത്രം എഴുതി ഒപ്പിട്ട് കള്ളരേഖ ഉണ്ടാക്കി ആസ്തി ചെയ്തിരിക്കുകയാണ്. എന്നാൽ രേഖാമൂലം ആസ്തി രജിസ്റ്ററിൽപ്പെടുത്തി നിയമപരമായി ചെയ്ത റോഡുകൾക്കെതിരെ ഇയാൾ ആക്ഷേപം ഉന്നയിക്കുകയും കോൺഗ്രസ്സുകാർക്ക് ചോർത്തി കൊടുക്കുകയും കോൺഗ്രസ്സുകാർക്ക് ഓംബുഡ്സ്മാനിൽ പോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. അത് ഞാൻ എൻ്റെ മറ്റൊരു കാര്യം പറഞ്ഞു. ഇയാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ചെയ്ത നെറികേടും അഴിമതിയും കെടുകാര്യസ്ഥതയും ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഇയാൾ ഒരു ഏകപക്ഷീയ നിലപാടാണ് ഇയാൾ സ്വീകരിക്കുന്നത്. ഇവിടുത്തെ പല പാർട്ടി മെമ്പർമാരും പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇപ്പോൾ ഏതാണ്ട് 5ഓ 6ഓ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാർ രാജിവെച്ചിരിക്കുന്നു. ഇന്ന് തന്നെ ഞങ്ങൾ 3 ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ ഇറങ്ങിപ്പോന്നിരിക്കുന്നു. നിരവധിയായ പാർട്ടി അംഗങ്ങൾ മാറി നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ സ്ഥാനാർത്ഥി നിർണയം ഈ തെരഞ്ഞെടുപ്പിനെ വലിയ ദയനീയമായി ബാധിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം എന്ന് പറയുന്നത് ജനകീയ ഭരണമായിരുന്നു. വലിയ വികസന കാഴ്ചപ്പാടോടുകൂടിയുള്ള ഭരണമായിരുന്നു. എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രതിപക്ഷമായി പ്രവർത്തിച്ചത് പാർട്ടി LC സെക്രട്ടറിയാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ പദവി ഉപയോഗിച്ചുകൊണ്ട് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള തെറ്റായ പ്രവണതകൾ, ഈ കഴിഞ്ഞ ദിവസം ജയിലിൽ പോയ നിങ്ങളായിരിക്കും ബാറി കടന്ന് വിഷയം ഉണ്ടാക്കിയ 2 പേര്, തെയ്യാമ ആന്റണി. ഇത് കണ്ടോ നിങ്ങൾ? അവർ ഈ പാർട്ടിക്ക് പരാതി കൊടുത്തതാണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു സ്ഥിതി നിങ്ങൾ എടുത്തു. ഈ സ്ഥലം ജോഷി വാങ്ങിക്കുന്നു. ജോഷി RPSന്റെ പ്രസിഡന്റിന്റെ പേരിൽ വാങ്ങിക്കുന്നു. ആ ജോഷി RPSന്റെ പ്രസിഡന്റിന്റെ പേരിൽ വാങ്ങിച്ചിട്ട് അയാളുടെ വീട്ടിൽ താമസിക്കുന്ന സ്വന്തം അനുജൻ പോലീസുകാരനായ ജോമിയുടെ പേരിൽ എഴുതി കൊടുക്കുന്നു. ഈ ജോമിയുടെ പേരിൽ നിന്ന് പിന്നീട് ഒറ്റ വീട്ടിൽ അന്ന് താമസിച്ചുകൊണ്ടിരിക്കണമെന്ന് നോക്കണം, അഡ്രസ്സ് എല്ലാം കറക്റ്റാണ്. ആ ജോമിയുടെ കയ്യിൽ നിന്ന് ഈ തെയ്യാമ ആന്റണിക്ക് 7 സെന്റ് വിൽക്കണം. 10 സെന്റാണ് ജോമിക്ക് കൊടുത്തേക്കണം. ഇപ്പോഴും അയാളുടെ പേരുണ്ട്. 7 സെന്റ് ഇവർക്ക് കൊടുക്കണം. കൊടുക്കുമ്പോൾ പറഞ്ഞ് 5,50,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഒരു റബ്ബർ ഷെഡോട് കൂടിയാണ് എടുത്തത്. അപ്പോൾ അവർ പറയുന്നു 75,000 രൂപ ഞങ്ങൾക്ക് റബ്ബർ ബോർഡ് ഇച്ചിരി ബാധ്യത ഉണ്ട്, അത് അടച്ചു തീർക്കണമെന്ന് മറ്റേക്ക് 75,000 രൂപ നിങ്ങളുടെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. 1 വർഷത്തിന് തീർക്കാമെന്ന് പറഞ്ഞു. വർഷം ഇപ്പം എത്ര കഴിഞ്ഞു?
അയാൾ തീർത്തു കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഇവർക്കൊരു ലൈഫ് ഭവന പദ്ധതിക്ക് പോലും അപേക്ഷിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് റബ്ബർ ബോർഡ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അതായത് ഇതാണ് ബാധ്യതാ സർട്ടിഫിക്കറ്റ്, റബ്ബർ ബോർഡ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഈ റബ്ബർ ബോർഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ അനിയനെ കൊണ്ട് ഈ സ്ഥലം എഴുതി കൊടുത്തേക്കണേ. ഇതാണ് വിവരാവകാശ പ്രകാരമുള്ള റബ്ബർ ബോർഡിൻ്റെ ഇതിൻ്റെ ഭാരവാഹി ജോഷിയാണ്. ജോഷിക്ക് സ്ഥലം വിൽക്കാൻ അനുമതി കൊടുത്തിട്ടില്ല. ഇയാൾ 4,00,000 രൂപ അടയ്ക്കാണ്ടെന്ന് പറഞ്ഞു. ഈ തരത്തിൽ കൃത്രിമപരമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടി നേതൃത്വം ഒരു അധോലോക സംഘമാണ്. ഈ പാർട്ടി നേതൃത്വത്തിന്റെ കീഴിൽ നിന്ന് ജനങ്ങൾ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാർട്ടി നേതൃത്വത്തിന്റെ പ്രവൃത്തിയെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. അതുകൊണ്ട് ഈ നേതൃത്വത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നതാണ്. മറ്റ് രാഷ്ട്രീയ നിലപാടുകളൊന്നും ഞാൻ ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല. അതൊക്കെ സാവധാനം കൂടിയാലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാണ് പറയാനുള്ളത്. നൂറുകണക്കിന് ആളുകൾ ഈ വിഷയം ഉയർത്തി പാർട്ടി വിടാൻ ആഗ്രഹിച്ചു നിൽക്കുകയാണ്, പാർട്ടി വിട്ടു നിൽക്കുകയാണ്, മാറി നിൽക്കുകയാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്.